Audio Jungle. നമസ്കാരം BBC പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. സമരം MM മാണി ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് അവതരിപ്പിച്ച KM മാണിക്കും UDF സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ച് UDF മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മുട്ടം ടൗണിൽ പ്രകടനം നടത്തി. തമിഴ്നാട്ടിൽ വ്യാപകമായി തെങ്ങ് കൃഷി നശിക്കുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് നൂറുകണക്കിന് ഏക്കർ കൃഷിയിടങ്ങളാണ് നശിക്കുന്നത്. ഇറച്ചിക്കോഴിക്ക് വിലയിടിഞ്ഞതോടെ ചെറുകിട കർഷകർ പ്രതിസന്ധിയിലായി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ കോഴികളെത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക EP പുഷ്പലതയുടെ മരണത്തിന് കാരണക്കാരായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശശിധരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് FSCTO നേതൃത്വത്തിൽ തൊടുപുഴ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. കെ മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മാണി ഉദ്ഘാടനം ചെയ്തു. ശ്രീ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ടവരെ ശ്രീ ഉമ്മൻചാണ്ടിക്കും UDFിനും എന്ന് ജനാധിപത്യ ബോധമുള്ള ആര് ചിന്തിച്ചെന്നാലും നമുക്ക് മനസ്സിലാവുന്നതല്ല. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഒറ്റ കാരണം, ഗവൺമെന്റ് നിലനിൽക്കുമോ എന്ന് ഭയപ്പാടുണ്ട് ഉമ്മൻചാണ്ടിക്ക്. ഗവൺമെന്റ് തന്നെ പോകുകയിലെ മാണി കേരള കോൺഗ്രസ് വിട്ടുപോയാലോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയല്ലാതെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കൊള്ളാവുന്ന ഒരു ന്യായവും ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇല്ലെന്നുള്ളത് പ്രിയപ്പെട്ടവരെ 100% സത്യസന്ധമായ കാര്യമാണ്. നമുക്കറിയാം 7 മാസമാണ് ഈ കേരളത്തെ ബാറ് എന്ന് പറയുന്ന വിവാദത്തിൽ കുടുക്കിയിട്ടത് ഇവര് ഇല്ലേ. പുതിയ KPCC പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അയാളെ ഉൾക്കൊള്ളാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയില്ല. നേതാക്കളായ KP മേരി, KL ജോസഫ്, KR ഗോപാലൻ, TR സോമൻ, N സദാനന്ദൻ, മാത്യു വർഗീസ്, PK വിനോദ്, PP ജോയ്, K സലിംകുമാർ, TP ജോസഫ്, ഷാജി തെങ്ങുപ്പിളിൽ, PP അനിൽകുമാർ, ബിജു കൃഷ്ണൻ, KM സുലൈമാൻ, CK ശിവദാസ്, TP കുഞ്ഞച്ചൻ, VR പ്രമോദ്, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. CMP, JSS, RSP, ഫോർവേഡ് ബ്ലോക്ക്, INL തുടങ്ങിയ പാർട്ടികളും സമരത്തിൽ പങ്കെടുത്തു. LDF നേതൃത്വത്തിൽ നടത്തിയ PWD ഓഫീസ് ഉപരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DYFI നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നേതാക്കളായി M ലതീഷ്, R പ്രശോഭ്, KK ഷിംനാസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇത് നമ്മുടെ അപ്പോ മൻമോഹൻ സിംഗിന് പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് മാഡം സോണിയാഗാന്ധി ഒരു കുറ്റവേലും ഉണ്ട് നേരിട്ട് മേടിച്ചൊന്നും. PWD ഓഫീസ് ഉപരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ പ്രകടനം നടത്തി. രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഉരുത്തിരിഞ്ഞ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലിനപ്പെടുത്തിയ
പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് അപ്പുറം നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് തുടക്കം മാത്രമാണ്. KM മാണിയെ ഞങ്ങൾ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ചരിത്ര സത്യം വരും നാളുകളിൽ സമരത്തിന്റെ തീജ്വാലകൾ ഉയർത്തിവിടുന്ന ഞങ്ങൾ പറഞ്ഞുകൊണ്ട് NCPയുടെ തൊടുപുഴ നിയോജകമണ്ഡലത്തിന്റെ സർവ്വ പിന്തുണയും ഈ സമരത്തിനും. ശനിയാഴ്ച നടത്തുന്ന LDF ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ LDF നേതൃത്വത്തിൽ പ്രകടനം നടത്തി. K. സലിംകുമാർ, PP ജോയ്, VV മത്തായി, TR സോമൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ വീണ്ടും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു. പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിനിരയായ ഷെഫീഖ് കഴിഞ്ഞ കുറേ നാളായി അല്ലസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണത്തിലാണ്. കുട്ടിയെ ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ അപേക്ഷ നൽകിയെങ്കിലും വിട്ടു നൽകിയില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായി തൃപ്തികരമല്ല. വെല്ലൂരിലെ ചികിത്സയാണ് തുടരുന്നത്. അല്ലസർ കോളേജിന്റെ പൂർണ്ണ സംരക്ഷണം കുട്ടിക്ക് ലഭിക്കുന്നുവെന്ന് മാത്രം. കഴിഞ്ഞ ജൂലൈയിലാണ് വെല്ലൂരിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്നത്. 6 മാസത്തിന് ശേഷം തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് 17-ന് വെല്ലൂരിലേക്ക് കൊണ്ടുപോയത്. ചികിത്സാ ചെലവ് അല്ലസർ കോളേജ് വഹിക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. 2 നഴ്സുമാരും പോറ്റമ്മ രാഗിണിയും കുട്ടിക്കൊപ്പം ഉണ്ടായിരിക്കും. രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് തലച്ചോറിനും നട്ടലിനും പേശിക്കും ക്ഷതമേറ്റതിനാൽ ഷെഫീഖിന് സ്വന്തമായി ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും നട്ടലിന്റെ പേശികൾക്ക് ബലമുണ്ടാവുന്ന രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ഇപ്പോൾ ആരുടെയും പിൻബലമില്ലാതെ ഇരിക്കാൻ കഴിയുന്നതാണ് ഇവിടെ എത്തിയതിൽ പിന്നെയുള്ള ഏറ്റവും വലിയ മാറ്റം. കാഴ്ചശക്തിയിലും സംസാരശേഷിയിലും നല്ല പുരോഗതിയുണ്ട്. കൂടുതൽ കളിക്കൂട്ടുകാരെത്തി ഷെഫീഖുമായി സംസാരിച്ചു തുടങ്ങിയതും സ്പീച്ച് തെറാപ്പിയും ഒത്തുചേർന്നപ്പോഴാണ് ഈ പുരോഗതി കാണപ്പെട്ടത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാനും കഴിയുന്നു. താൽക്കാലികമായാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നതെങ്കിലും ഷെഫീഖിന് ഒരു കുറവും വരുത്താതെ നോക്കാൻ അല്ലസർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് എല്ലാ കരുതലുകളും സ്വീകരിച്ചിരുന്നു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മുറിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഡ്രോയിങ് റൂമിൽ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. റിമോട്ട് കൺട്രോളുള്ള കാർ, ജർമ്മൻ നിർമ്മിത കട്ടിൽ, മ്യൂസിക് സിസ്റ്റം, TV എന്നിവയും ഈ ശീതീകരിച്ച മുറിയിലുണ്ട്. ഷെഫീഖിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയുടെ ചിത്രവും മുറിയിൽ ആലേഖനം ചെയ്തിരുന്നു. ഷെഫീഖിന് വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഭക്ഷണക്രമങ്ങളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി KM മാണിക്കും UDF സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ച് UDF മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മുട്ടം ടൗണിൽ പ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി. UDF മണ്ഡലം ചെയർമാൻ KT അഗസ്റ്റിൻ, കൺവീനർ തങ്കച്ചൻ കണ്ണൻപിള്ളിൽ, ടോമി മൂഴിക്കുഴി, CH ഇബ്രാഹിംകുട്ടി, KM പരീദ്, K രാജേഷ്, NK ബിജു, ബീന ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ DD ഓഫീസിലെ NGO അസോസിയേഷൻ പ്രവർത്തകനും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമായ ടോണി ജോസഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച NGO യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. തൊടുപുഴ DD ഓഫീസിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ CS ഷമീർ, രാജേഷ് ബേബി, PN സോമശേഖരൻ, PN സജീവൻ, വിൻസെന്റ് തോമസ്, VM ഫിലിപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ലർക്കിനെ നിയമിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും ആ പ്രധാന അധ്യാപിക അവിടെ വന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു ക്ലർക്കിനെ വേണം,
നിയമിച്ചിട്ടുള്ള ക്ലർക്ക് ജോലിക്ക് വരുന്നില്ല, പഠിക്കാൻ പോവുകയാണെന്ന്. അന്ന് തന്നെ ഈ ഓഫീസിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ, DD ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ പഠനത്തിന് ഒരു ജീവനക്കാരൻ പോകണമെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള സർവീസ് നിയമം അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് മുൻകൂർ അവധി വാങ്ങി എത്ര കാലത്തേക്കാണോ കോഴ്സ് ഉള്ളത് ആ കോഴ്സിൻ്റെ അത്രയും പീരീഡ് ലീവ് എടുത്തല്ലാതെ പഠനം തുടരാൻ സാധ്യമല്ല, പഠനത്തിന് പോകാൻ സാധ്യമല്ല എന്നുള്ള കാര്യം അവർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഒന്നുകിൽ ആ ജീവനക്കാരിക്ക് പഠനം തുടരാം, പക്ഷേ ജോലി വേണ്ട എന്ന് വെക്കണം. അതല്ല എങ്കിൽ ലീവ് എടുത്ത് പഠിക്കാം, തടസ്സമില്ല. പക്ഷേ ഈ 2 നിർദ്ദേശങ്ങളും DD ഓഫീസിൽ നിന്ന് കൊടുത്ത, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത 2 നിർദ്ദേശങ്ങളും നിരാകരിച്ച് അവർ ലീവ് ആണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത മറച്ചു വെച്ച് അത് സമയത്ത് തമിഴ്നാട്ടിൽ വ്യാപകമായി തെങ്ങ് കൃഷി നശിക്കുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് 100 കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളാണ് നശിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഇത്. വരൾച്ച മൂലം തമിഴ്നാട്ടിൽ പലരും ഈ കൃഷിയോട് വിട പറയുകയാണ്. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളായ തേനി, ഉദുമൽപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെങ്ങുകൾ വ്യാപകമായി ഉണങ്ങി നശിക്കുന്നത്. ഇതിൽ ഉദുമൽപേട്ടയിൽപ്പെട്ട തിരുപ്പൂരിൽ 500ഓളം ഏക്കർ കൃഷിയിടം ഉണങ്ങി നശിച്ചു. തെങ്ങ് കൃഷി ഇപ്പോൾ കേരളത്തിൽ ഇല്ലാതായി തുടങ്ങി. ഇവിടുത്തുകാർക്ക് ഏക ആശ്രയവും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തേങ്ങയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയും തെങ്ങുകൾ കരിഞ്ഞുണങ്ങുന്നതിനാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും മലയാളികൾ തന്നെ. തമിഴ്നാട്ടിലെ വിവിധ കൃഷിയിടങ്ങളും മലയാളികളാണ് നടത്തുന്നത്. ഈ കൃഷി നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ 100 കണക്കിന് കൃഷിയിടങ്ങളിലെ ജോലിക്കാരും ഉടമകളും പകച്ചു നിൽക്കുകയാണ്. തെങ്ങു കൃഷിക്ക് പ്രധാനമായി വേണ്ട വെള്ളം ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം പലരും തെങ്ങുകൾ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. இப்போ விவசாயத்தில் மழை இல்லாதனால ரொம்ப கஷ்டம். அதனால தென்னை மரம்லாம் இந்த மாதிரி ரொம்ப காஞ்சி போச்சு. இந்த 2 வருஷமாக சரியாக மழை இல்லாதனால ரொம்ப பாதிப்பாக இருக்குது. மரமெல்லாம் காஞ்சிருச்சு. 20 வருஷம் மரமெல்லாம் 20 வருஷமாக வளர்த்தி சுத்தமாக இப்போ காஞ்ச நிலைமையில் ஆயிடுச்சு. அதனால் ரொம்ப கஷ்டமாக இருக்குது. ஏதோ மழை வந்தால் தான் இதெல்லாம் மறுபடியும் நல்லபடியாக ஆகும். ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ തെങ്ങുകൾ കരഞ്ഞുണങ്ങുന്നത് നാളികേര വിപണിയെ ബാധിക്കും. ഇത് വില ഉയരുന്നതിന് ഇടയാക്കുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. കേരളത്തിൽ എത്തുന്നതിൽ അധികവും തമിഴ്നാട്ടിൽ നിന്നുള്ള നാളികേരമാണ്. തെങ്ങുകൾ കരഞ്ഞുണങ്ങുന്നത് വെളിച്ചെണ്ണ വിപണിയെയാണ് ഏറെ ബാധിക്കുക. നിലവിൽ നാളികേരം എന്നത് മലയാളികൾക്ക് കിട്ടാക്കനിയാകുന്നു. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക EP പുഷ്പലതയുടെ മരണത്തിന് കാരണക്കാരായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശശിധരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് FSCTO നേതൃത്വത്തിൽ തൊടുപുഴ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ സെക്രട്ടറി PP സൂര്യകുമാർ, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S സുനിൽകുമാർ, PM റഫീഖ്, PM ഫിറോസ്, TG രാജീവ്, TK ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. യാതൊരു അസുഖവുമില്ലായിരുന്ന എൻ്റെ സഹോദരി ഒടുങ്ങിന് ഈ രോഗം പിടിപെടാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച സംഭവം ഉണ്ടാണ്. അതിന്റെ കാരണക്കാര് ഇവരാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് പോലീസ് അന്വേഷിക്കുന്നു. അവിടെ ചെന്ന് ഇത് കേട്ടവരുണ്ട്. ഈ ടീച്ചർ ഇവർ പോയതിനു ശേഷം വരാന്തയിൽ നിന്ന് കരയുന്നു കണ്ട PTA ഭാരവാഹികളുണ്ട്. അവര് വ്യക്തമായ രേഖകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെയൊക്കെ വേറൊരാൾ അന്വേഷിക്കാൻ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ വിദ്വാൻ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇപ്പൊ കുഞ്ഞിത്തണ്ണിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ADP എന്നുള്ള ആള് പോയിട്ടുണ്ട്, അന്വേഷിക്കാൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മാറ്റിവെച്ചു ദുരൂഹതയാണ്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും